നമുക്ക് ഇവിടെയും ആവശ്യം എഡ്യൂക്കേഷൻ ആണല്ലോ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മൾ സാധാരണ കാണുന്നൊരു കുടുംബത്തിൽ അച്ഛനോ അമ്മയോ പ്രമേഹമായിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ പരിശോധന നടത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ രണ്ടുപേർക്കും പ്രമേഹം കാണും. അപ്പോൾ നമ്മൾ പറയും കുഞ്ഞുങ്ങളെ കാണണമെന്ന് പറയും. ഇപ്പോൾ കുഞ്ഞുങ്ങളെ കാണണമെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ചിലപ്പോൾ 10 വയസ്സായിരിക്കാം, 15 വയസ്സായിരിക്കാം. അവർക്ക് അമിതവണ്ണം കാണും. പക്ഷേ അമിതവണ്ണം കുഞ്ഞുങ്ങൾക്കുള്ളപ്പോഴത്തേക്ക് അത് അച്ഛന്മാർക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അവരെപ്പോഴും വിചാരിക്കുന്നത് കുഞ്ഞുങ്ങൾ കുറച്ച് വണ്ണത്തോടെ ഇരിക്കുകയാണെങ്കിൽ അവർ ഈ പറയുന്നതിൽ ഹെൽത്തി എന്നാണ് അവർ കരുതുന്നത്. ഓ, സുന്ദരനായിരിക്കുന്നു, സുന്ദരിയായിട്ടിരിക്കുന്നു, എൻ്റെ കുഞ്ഞ് ആരോഗ്യമുള്ള ഒരാളാണ്. പക്ഷേ വാസ്തവത്തിൽ നമ്മൾ ആ കുഞ്ഞുങ്ങളുടെ രക്തപരിശോധന നടത്തുമ്പോഴത്തേക്ക് പലപ്പോഴും 10-12 വയസ്സുള്ള കുട്ടികൾക്ക് പോലും പ്രമേഹം ഉള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് ടൈപ്പ് 2 പ്രമേഹം. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ ഘടകം, ഭാവിയെ സംരക്ഷിക്കുന്നതിൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് കൂടി കൊടുക്കുന്ന വിദ്യാഭ്യാസമാണ്. കാരണം ഈ കുഞ്ഞുങ്ങൾ നിരപരാധികളാണ്, നിഷ്കളങ്കരാണ്. അവർ ഭക്ഷണം കഴിക്കുന്നത് അവരുടെ അമ്മയോ അമ്മുമ്മയോ ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ്. അല്ല, അവർക്കറിയില്ല അവർക്ക് കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അമിതവണ്ണം വരുമെന്നും പ്രമേഹം വരുമെന്നും അവർക്കറിയില്ല. അപ്പോൾ നമുക്ക് ഈ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് സ്കൂളുകളിൽ നിന്ന് തുടങ്ങേണ്ട ഒന്നാണ് എന്ന് തോന്നുന്നു. പക്ഷേ ഈ പ്രമേഹ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഒരു എത്ര സമയമെടുക്കും? ഞാൻ ഒരു ചോദ്യമായിട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ആൾക്കാരൊരു കൺസൾട്ടേഷൻ വരുമ്പോഴത്തേക്ക് അരിശങ്കനെടുത്ത് രോഗി വരുമ്പോഴത്തേക്ക് ആ രോഗി എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഈ ഡോക്ടർ പെട്ടെന്ന് ഒരു 5 മിനിറ്റിനായി എനിക്കൊരു കുറിപ്പടി തരണ്ടേ, കാരണം എനിക്ക് വേറൊരു സ്ഥലത്ത് ഓടി പോകേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്കെല്ലാം ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, പെട്ടെന്ന് ഡോക്ടറെ കാണണം, ഒരു കുറിപ്പടി വാങ്ങണം, എഴുന്നേറ്റ് ഓടണം. അപ്പോൾ ഇവിടെ ഈ രോഗി പരാജയപ്പെടുകയാണ്. കാരണം ഈ കുറിപ്പടിക്കുള്ള പ്രാധാന്യം പ്രമേഹ ചികിത്സയിൽ വെറും 10% ഉള്ളൂ. 90% എന്ന് പറയുന്നത് പ്രമേഹത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഈ പ്രമേഹ വിദ്യാഭ്യാസം സ്വീകരിക്കുന്നതിനും കൊടുക്കുന്നതിനും ശരാശരി എത്ര സമയമെടുക്കും? സാർ, ആ ചോദ്യത്തിൻ്റെ പ്രസക്തി പ്രമേഹ ചികിത്സയിൽ ഏറ്റവും പ്രാധാന്യമാണെന്ന് സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കൊരു രോഗി മാത്രം ഒരു ഡോക്ടറുടെ മുന്നിലിരുന്ന് ചികിത്സിക്കാൻ പ്രമേഹത്തെ പറ്റി പറയുമ്പോൾ കഴിയില്ല എന്നുള്ളതാണ് ഉത്തരം. നേരത്തെ സാർ ചോദിച്ചതുപോലെ ഇന്നത്തെ ആശുപത്രികളിലെ തിരക്കുകളായാലും ഒരു രോഗിക്ക് ഡോക്ടർക്ക് ചെലവഴിക്കാൻ പറ്റുന്ന സമയത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴും അത് വളരെ കുറവാണ്, ഏറ്റവും കുറവാണ്. അപ്പോൾ ഒരു പ്രമേഹ രോഗിയുടെ ചികിത്സ നേരാവണ്ണം മുന്നോട്ട് പോകണമെങ്കിൽ അത്യാവശ്യം ഒരു 10-15 മിനിറ്റെങ്കിലും ഒരു രോഗിയുമായിട്ട് നമുക്ക് സംവദിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് എത്ര ആശുപത്രികളിൽ അത് സാധിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ പ്രമേഹ ചികിത്സാ സംഘത്തിൻ്റെ ഒരു പ്രാധാന്യം വരുന്നുണ്ട്. ഡോക്ടറെ സഹായിക്കുന്ന അത് ഒരു ഡയബറ്റിസ് എഡ്യൂക്കേറ്റർ ആയിരിക്കാം, ഡയറ്റീഷ്യൻ ആയിരിക്കാം, ഡയബറ്റിസ് നേഴ്സ് ആയിരിക്കാം. അവർക്ക് തീർച്ചയായും ഒരുപാട് വെറും 15 മിനിറ്റ് ഒരു ഡോക്ടറെ അടുത്തിരുന്നത് കൊണ്ട് പ്രമേഹം ചികിത്സിക്കുവാൻ വേണ്ട വിധത്തിലുള്ള ഒരു വിദ്യാഭ്യാസം ഒരിക്കലും കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. ബാക്കി എന്ന് പറയുന്നത് ആ രോഗി ഡയറ്റീഷ്യനായിട്ട് സമയം ചെലവഴിക്കണം, ഡയബറ്റീസ് എഡ്യൂക്കേറ്ററായിട്ട് സമയം ചെലവഴിക്കണം, ഡയബറ്റീസ് നേഴ്സുമായിട്ട് സമയം ചെലവഴിക്കണം. അതുകൂടാതെ ഈ സംശയങ്ങൾ തോന്നുന്ന മാത്രയിൽ ഫോണിലൂടെയോ മറ്റോ ടെലിമെഡിസിനിലൂടെ ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ആ വിഷയത്തിൽ ഇത്രയും സമയം ഈ ഒരു ചർച്ചയിൽ വിനിയോഗിക്കുന്നതിൻ്റെ കാരണം ഇൻ്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ അതാണ് ഈ വർഷം പറഞ്ഞിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, പ്രമേഹ വിദ്യാഭ്യാസം ഭാവിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. 2 പറയുന്നത് ദി ഇമ്പോർട്ടൻസ് ഓഫ് എ മൾട്ടി ഡിസിപ്ലിനറി ടീം. അതായത് ഒരു ഡോക്ടറുടെ ഒരു റോളെന്ന് പറയുന്നത് വളരെ കുറവ് മാത്രമാണ്. നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്നവർക്കാണ് വാസ്തവത്തിൽ കൂടുതൽ ചുമതലയുള്ളത്. അപ്പോൾ അവരുടെ കൂടെയാണ് ഈ രോഗി കൂടുതൽ സമയം ചെലവഴിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പ്രമേഹ വിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-17 വർഷങ്ങളായിട്ട് പ്രമേഹ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരാളാണ് ഗീതു. പ്രമേഹ വിദ്യാഭ്യാസത്തിൽ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നിർബന്ധമായിട്ട് നമ്മൾ ഇപ്പം പ്രമേഹം ആദ്യം തന്നെ നമ്മുടെ ലാബിൻ്റെ വാല്യൂസ് അവർ മനസ്സിലാക്കണം. അവരുടെ ഇപ്പോഴത്തെ വാല്യൂസ് എങ്ങനെയാണ്? അതായത് ഒരു 100 കൂട്ടം ലാബ് വാല്യൂസ് കാണും. അത് ഓരോന്നിൻ്റെ നോർമൽ എത്രയാണ്, അവരുടെ വാല്യൂസ് എത്രയാണ്, അവർക്ക് അത് എത്ര വരെയാണ് ആകേണ്ടത്, അത് നമ്മൾ ആദ്യം പേഷ്യൻറ്റിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യം. എങ്കിൽ മാത്രമേ അവർക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാകത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, അവർ കഴിക്കുന്ന മരുന്നുകൾ അത് എപ്പോൾ കഴിക്കണം, ഇപ്പോൾ ഇൻസുലിൻസ് എടുക്കുന്നവരുണ്ട്, അപ്പോൾ ആഹാരത്തിന് മുമ്പ് എത്ര സമയം മുന്നേ എടുക്കണം, അങ്ങനെയുള്ള ഇൻസുലിൻ്റെ സമയം, മരുന്ന് കഴിക്കുന്നതിൻ്റെ സമയം, ആഹാരക്രമം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. കാരണം നമ്മൾ കാണുന്ന പല രോഗികളും വൃക്കയിൽ തയ്യാറൊക്കെ വന്ന ശേഷവും നമ്മൾ കഴിക്കുന്ന മരുന്നുകളെടുത്ത് നോക്കുമ്പോഴാണ് അറിയുന്നത്
ആഹാരത്തിന് മുൻപ് കഴിക്കേണ്ട മരുന്ന് ആഹാരത്തിന് ശേഷമാണ് കഴിക്കുന്നത്. അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് കാണും, പക്ഷേ അത് പിന്നീട് അത് ശരിയോ തെറ്റോ എന്നുള്ള ആരും മോണിറ്റർ ചെയ്തോ അല്ലെങ്കിൽ വെരിഫൈ ചെയ്തോ കാണത്തില്ല. പിന്നെ അപ്പോൾ അത് ഏറ്റവും സാറ് പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കൃത്യസമയത്ത് മരുന്ന് കഴിക്കണം, എപ്പോഴൊക്കെ കഴിക്കണം, സമയം കൃത്യനിഷ്ഠത നമുക്ക് അത്യാവശ്യമായിട്ട് രോഗി മനസ്സിലാക്കേണ്ട ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രമേഹ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു രോഗിയെടുത്ത് നമുക്ക് ചിലവഴിക്കേണ്ടി വരുന്നത് 15-20 മിനിറ്റൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ അതിൽ കൂടുതലും വരാം. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രാവശ്യം അല്ല എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അതായത് അത് ഒരുപക്ഷെ ഒരാഴ്ചയിൽ 2 പ്രാവശ്യമായിരിക്കാം ടെലിമെഡിസിനിലൂടെ. നേരിട്ട് വരുമ്പോഴത്തേക്ക് ഓരോ പ്രാവശ്യം അരമണിക്കൂറോ 1 മണിക്കൂറോ ആകാം. പിന്നെ രോഗി അത് മനസ്സിലാക്കുവാനുള്ള പ്രാപ്തി ഇല്ലാത്ത ആളാണെങ്കിൽ ചിലപ്പോൾ മണിക്കൂറുകൾ വേണ്ടി വരും. ഒപ്പം ഒരാളുണ്ട് എങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, രോഗിയുടെ കൂടെ ഒരു കെയർ ടേക്കർ അത്യാവശ്യമായിട്ട് ഓരോ സമയവും ഡോക്ടറിനെ സന്ദർശിക്കുന്ന വേളകളിൽ ഉണ്ടാകണമെന്നുള്ളത്. ഇത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഗ്ലൂക്കോമീറ്റർ പഠിപ്പിക്കാനായിട്ട് ഏകദേശം അരമണിക്കൂർ, ഇൻസുലിൻ ടെക്നിക്സ് പഠിപ്പിക്കണം, ഇൻസുലിൻ്റെ കുത്തിവയ്പ്പ് ശരിയായിട്ട് എടുക്കുന്നുണ്ടോ എന്നുള്ളത് അരമണിക്കൂർ. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്ക് മിക്കവാറും ആ പഠിപ്പിച്ചു കൊടുത്ത സ്റ്റെപ്സിൽ ഒരു 2-3 കാര്യങ്ങൾ തെറ്റായിട്ടായിരിക്കും അനുവർത്തിക്കുന്നത്. അത് പിന്നെ പഠിപ്പിച്ചു. അപ്പോൾ ഞാൻ ഈ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതിലെവിടെയെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് പ്രമേഹ ചികിത്സ സ്വീകരിക്കുന്ന ഏകദേശം 100 പേരെടുക്കുകയാണെങ്കിൽ അതിൽ 95% പേരുടെയും പ്രമേഹം അനിയന്ത്രിതമായിട്ട് ഇതിനെ തുടരും. അവർ ചോദിക്കാൻ പറയും, അയ്യോ ഡോക്ടർ എന്ന മരുന്നുകളെല്ലാം ഞാൻ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണ്, ഇഞ്ചക്ഷൻസ് അതുപോലെ എടുക്കുകയാണ്, ഞാൻ ദിവസവും രാവിലെ 1 മണിക്കൂർ നടക്കാൻ പോകും, പക്ഷേ നോക്കുമ്പോഴത്തേക്ക് ഗ്ലൂക്കോസ് കൂടുതലായിരിക്കും, കിഡ്നിയെ ബാധിച്ച് കാണും, ചിലപ്പോൾ നമ്മൾ പരിശോധന നടത്തുമ്പോഴത്തേക്ക് ഹൃദയത്തെ ബാധിച്ചാണ്, കണ്ണിനെ ബാധിച്ചാണ്. അപ്പോൾ ഇതൊരു തുടർക്കഥയാണ്. രോഗികൾക്ക് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നില്ല, വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നില്ല. ഇപ്പോൾ അരുശങ്കറിന് അറിയാമല്ലോ, നമ്മൾ ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി കൂടെ രോഗികൾക്ക് കത്തയക്കും, അല്ലേ, ഫോൺ ചെയ്യും, ഇമെയിൽ അയക്കും, ഇന്ന ദിവസം വരിക. അപ്പോൾ ഞാൻ കാണുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഒരു 10 വർഷങ്ങൾക്ക് മുമ്പെല്ലാം നമ്മൾ രോഗികൾ വിളിക്കുമ്പോഴത്തേക്ക് 200 പേര് 300 പേരൊക്കെ ഒപ്പം വരുമായിരുന്നു, അല്ലേ, ഒരുമിച്ച് വരുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 8-9 വർഷങ്ങളായിട്ട് നമ്മൾ ഈ വിദ്യാഭ്യാസ പരിപാടി നടത്തുന്നതിന് വേണ്ടി ഇവരെ ക്ഷണിക്കുമ്പോഴത്തേക്ക് ആ ക്ഷണം സ്വീകരിക്കുന്നത് വാസ്തവത്തിൽ ഒരു 10% താഴെ ആൾക്കാരാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ കാരണം പറയുന്നത്, എനിക്കതിൽ പങ്കെടുക്കാൻ വരാൻ സമയമില്ല ഡോക്ടർ എന്നാണ് പറയുന്നത്. സമയമില്ല, വിദ്യാഭ്യാസ പരിപാടി നടത്തുന്നത് പരിപൂർണമായിട്ട് സൗജന്യമായിട്ടുമാണ്. ഇതെന്തായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? അതിൻ്റെ പ്രാധാന്യം അറിയാതെ പോകുന്നത് കൊണ്ടാണോ, അത് വാസ്തവത്തിൽ സമയമില്ലാത്തത് കൊണ്ടായിരിക്കുമോ? വാസ്തവത്തിൽ സമയമില്ലാത്തത് തന്നെയായിരിക്കും ഒരു പ്രധാന കാരണം. പക്ഷേ അതിനോടൊപ്പം സാറി പറഞ്ഞ ഇതിൻ്റെ പ്രാധാന്യം അറിയാതെ പോകുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ തന്നെ സാറ് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഈ പ്രമേഹ രോഗികൾ പണ്ട് മുതലേ ചികിത്സ തുടരുന്ന ചില രോഗികളെങ്കിലും ആദ്യം വാങ്ങിയ ഒരു മരുന്നിൻ്റെ കുറിപ്പടിയുമായിട്ട് അത് തുടരുന്ന രീതിയുണ്ട്. അവർ തിരിച്ച് ഡോക്ടറെ അടുത്ത് വരാനും സാധ്യതയില്ല, പരിശോധിക്കാനും സാധ്യതയില്ല, അത് മാത്രം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് അജ്ഞത കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെയും സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബോധവൽക്കരണം അല്ലെങ്കിൽ അവർക്ക് ഒരു വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് തന്നെ മാത്രമേ നമുക്ക് സൊല്യൂഷൻ കാണാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഈ കോവിഡ് കാലത്തും സാറിന് അറിയാവുന്ന പോലെ നമ്മൾ ഈ നേരിട്ട് രോഗികൾക്ക് വരാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഈ പറയുന്ന ഓൺലൈൻ മാധ്യമത്തിലൂടെ നമ്മൾ ബോധവൽക്കരണം നടത്തുക ഉണ്ടായി. അത് പക്ഷേ വൻ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ശരിയാണ്, അത് വളരെ സക്സസ് ആയിരുന്നു.